ഹലോ ഗായ്സ്, ഇന്ന് നമുക്കൊരു വാഗമൺ ട്രിപ്പ് ആയാലോ. സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നാട്ടിൽ വന്നിട്ട് ഫാമിലി ആയിട്ട് ഒരു കൊച്ചു ട്രിപ്പ് പോയില്ലെങ്കിൽ എന്താ രസം. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് പ്ലാൻ ചെയ്തൊരു ട്രിപ്പാണ് വാഗമൺ ട്രിപ്പ്. അത്യാവശ്യം നല്ല ബ്ലോക്ക് കിട്ടിയെങ്കിലും ഞങ്ങൾ പാട്ടൊക്കെ പാടി നല്ല ആസ്വദിച്ചാണ് അവിടെ എത്തിയത്. എന്തെല്ലാം പാടിയിട്ടും മിണ്ടാതെ മിണ്ടിയിട്ടും മിണ്ടിയില്ല നീ, എന്നിട്ടും നീ എന്നെ. അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിയിൽ ഏതാ വെള്ളച്ചാട്ടത്തിന്റെ പേരൊന്നും അറിയില്ല, കണ്ടൊരു വെള്ളച്ചാട്ടത്തിൽ നിർത്തി. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സ്ഥലമായിരുന്നേ. പിന്നെ ഞങ്ങൾ നേരെ വിട്ടത് വാഗമണിന്റെയൊക്കെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്ന ഗ്ലാസ് ബ്രിഡ്ജിന്റെ അങ്ങോട്ടാ. കല്യാണം കഴിഞ്ഞ ചെറുക്കനും പെണ്ണും പിന്നെ ഞങ്ങള് മൊത്തത്തിൽ 10 പേര്, അദ്രുവിനെയും കൂട്ടി 10 പേരാണ് ട്രിപ്പിൽ. ഗ്ലാസ് ബ്രിഡ്ജ് കയറാൻ 250, സ്കൈ സൈക്ലിങ്ങിന് 350 ആണ് പ്രൈസ് റേഞ്ച് വരുന്നത്. ഇത് രണ്ടുമാണ് ഞങ്ങൾ ഓപ്റ്റ് ചെയ്തത്. അത്യാവശ്യം നല്ല വെയിറ്റിംഗ് പീരീഡ് ഉള്ളതുകൊണ്ട് അദ്രുവിനെ ഒന്ന് കിഡ്സ് പാർക്കിൽ കൊണ്ടുപോയി കുറച്ചു നേരം കളിപ്പിച്ച് പറ്റിക്കാന്ന് വിചാരിച്ചു. എല്ലാവരും 100-200 റേഞ്ചാണ് ഇവിടെയും പ്രൈസ് വരുന്നത്. ട്രംപോളിനും വെള്ളത്തിലും കയറാൻ അവന് പേടി, അതുകൊണ്ട് അവൻ തന്നെ പറഞ്ഞു അവന് കാർ ഓടിച്ചാൽ മതിയെന്ന്. അതുകൊണ്ട് ഞങ്ങൾ കാർ എടുത്തിട്ട് അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാം കേട്ടോ ചെറുക്കൻ. ഏത് കാർ വേണം? റെഡ് കാർ വേണോ? ഓക്കെ. അവന് കാർ ഡ്രൈവിംഗ് എന്ന് പറയുന്നത് ഇപ്പോഴേ ഒരു ക്രേസ് ആണ്. ഫുഡ് കഴിക്കലായിരുന്നു പ്രശ്നം. കാരണം അവിടുത്തെ റെസ്റ്റോറന്റുകളിൽ ഒന്നും ഫുഡ് അവൈലബിൾ ആയിരുന്നില്ല, എല്ലാം തീർന്നു പോയിരുന്നു ഞങ്ങൾ എത്തിയപ്പോഴേക്കും. പിന്നെ ഒത്തിരി വെയിറ്റ് ചെയ്തിട്ടാണ് ഇച്ചിരി ബർഗർ എങ്കിലും കിട്ടിയത്. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഓൾമോസ്റ്റ് നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജ് കയറേണ്ട ടൈം ആയിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ നേരെ ഗ്ലാസ് ബ്രിഡ്ജിലേക്കാണ് വിട്ടത്. അത്യാവശ്യം മഴ പെയ്യുന്നുണ്ടായിരുന്നു. മഴ മാറി, എന്നാലും ഗ്ലാസ് ബ്രിഡ്ജ് ഫുള്ളും ഇങ്ങനെ വെള്ളം വീണ് കിടക്കുന്ന അത്യാവശ്യം നല്ല സ്ലിപ്പറി ആയിട്ട് ഇരിക്കുകയായിരുന്നു. ഒന്ന് ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് തെന്നി അടിച്ച് വീഴാവുന്ന ഒരു പരുവത്തിൽ ഇരിക്കുകയായിരുന്നു. അദ്രുവിനാണെങ്കിൽ നടന്നു പോകാൻ ഭയങ്കര മടിയായിരുന്നു. അവര് നമ്മൾ കുട്ടികളെ എടുക്കാൻ സമ്മതിക്കില്ല, കുട്ടികളെ നടന്ന് തന്നെ പോകണമെന്ന്. അതുകൊണ്ട് ഭയങ്കര പാടായിരുന്നു. നമ്മൾ വാശി പിടിച്ച് അവൻ കിടന്ന് കരയൊക്കെ ചെയ്തു. ഒരുപാട് പേര് അവർ അറ്റ് എ ടൈം കയറ്റില്ല. അവർക്ക് തോന്നുന്നു ഒരു 10-15 പേര്, മാക്സിമം 20 ആൾക്കാർ അവിടെ ഉണ്ടാവും തോന്നുള്ളൂ. ആ സമയം കൊണ്ട് നമ്മൾ ആ 10 മിനിറ്റിനുള്ളിൽ നമ്മൾ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് ഇറങ്ങണം. പക്ഷെ ഇത് അത്യാവശ്യം നല്ല സ്ലിപ്പറി ആയതുകൊണ്ട് പയ്യെ നടന്ന് അവിടെ എത്താൻ തന്നെ ഞങ്ങൾ ഒരു 5 മിനിറ്റ് എടുത്തു. അതുകൊണ്ട് വേഗം ഇറങ്ങി പോവേണ്ട ഒരു അവസ്ഥയായിരുന്നു. കുട്ടികളുടെ സേഫ്റ്റിക്ക് വേണ്ടിയാണ് അവർ എടുക്കരുത് എന്ന് പറയുന്നെങ്കിലും അത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി അവിടെ എത്തിയപ്പോഴേക്കും. ഞങ്ങൾക്കത് ശരിക്കൊന്നും ആസ്വദിക്കാൻ പറ്റിയില്ല. അപ്പോഴേക്കും ഇറങ്ങി പോകാൻ പറഞ്ഞു. പിന്നെ ഞങ്ങൾ നേരെ ഞങ്ങളുടെ സ്കൈ സൈക്ലിങ്ങിന്റെ അങ്ങോട്ട് പോയി. ഈ 4 നില കയറി മോളിൽ പോയിട്ട് വേണമായിരുന്നു നമുക്ക് സൈക്ലിംഗ് ചെയ്യാനായിട്ട്. പിന്നെ ഞങ്ങൾ എല്ലാവരും കഷ്ടപ്പെട്ട് നടന്ന് ഈ 4 നില മോളിൽ കയറി. അപ്പോഴേക്കും അവൾ പറഞ്ഞു കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും, കുറച്ച് സെറ്റ് ആൾക്കാരെ നമ്മൾ കയറ്റിയിട്ടാണ് നമ്മളെ കയറ്റുള്ളൂ. പിന്നെ അത്രയും നേരം ഞങ്ങൾ ഓരോന്നൊക്കെ പറഞ്ഞ് കത്തിയടിച്ച് നിന്നു. പിന്നെ തൊട്ടപ്പുറത്തൊരു ട്രംബോളിൻ ചെയ്യുന്നുണ്ടായിരുന്നു. അതൊക്കെ കണ്ട് ആസ്വദിച്ച് ഞങ്ങൾ എല്ലാവരും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സേഫ്റ്റി മെഷേഴ്സ് ഒക്കെ അവർ തരുന്നുണ്ട്. ഹെൽമെറ്റും ബെൽറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്തിട്ട് നമ്മൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്യിക്കും. ആ പറഞ്ഞൊക്കെ അത്യാവശ്യം നല്ലൊരു പണി കിട്ടി. കാരണം പാവാട ഇട്ടതുകൊണ്ട് ഈ ബെൽറ്റ് സെറ്റ് ചെയ്യാൻ കുറച്ച് കഷ്ടപ്പാടായിരുന്നു. ഫസ്റ്റ് തന്നെ ഞങ്ങളുടെ സൈക്കിളാണ് വന്നത്. ഞങ്ങൾ പോയപ്പോൾ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്തൊരു കോടയായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും അത്യാവശ്യം ഞങ്ങളെ കാണാനൊരു വിസിബിൾ ആയിരുന്നു. പക്ഷെ തിരിച്ചു വന്ന സമയത്ത് ആ സൈക്കിളിന്റെ ചെയിൻ ഒന്ന് ചെറുതായിട്ട് തെറ്റിയായിരുന്നു. അതുകൊണ്ട് നമുക്ക് ചവിട്ടി ഇവിടെ എത്തിക്കാനായിട്ട് കുറച്ച് പാടുപെട്ടു. നെക്സ്റ്റ് നമ്മുടെ അപ്പൂസ് ആഷിത്താണ് പോയത്. പക്ഷെ കോട കാരണം അവരെ കാണാനേ ഇല്ലായിരുന്നു. അടുത്ത് വന്നപ്പോഴല്ലേ കാര്യം മനസ്സിലായത്. അവൾക്ക് പാവാടയിട്ട് ഫുൾ ടൈറ്റ് ആയതുകൊണ്ട് ചവിട്ടാൻ പറ്റുന്നില്ലായിരുന്നു. അതുകൊണ്ട് അവൾ കാല് ഫുൾ പൊക്കി പിടിച്ചേക്കായിരുന്നു. പാവ ആഷിത്തെ എങ്ങനെയോ ചവിട്ടി ഇവിടെ എത്തിച്ചു. ആകാശം പിടിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല.
തിരിച്ചു വരുമ്പോ കാണണേ ഒരാൾ ലാസ്റ്റ് ട്രിപ്പില് 2 കൂടി പോയിട്ടുണ്ട്. എന്താവുന്നു വന്നിട്ടറിയാം. അവനെയാണോ വിളിച്ചേക്കുന്നത്? അങ്ങനെ അവര് മാത്രം പരിക്കുകളൊന്നുമില്ലാതെ വിജയകരമായി തിരിച്ചെത്തി. നിന്റെ എക്സ്പ്രഷൻസ് ഒന്നും കണ്ടില്ല. അയാളെ മേടിച്ചു. നീ മേടിച്ചാടാ? ഫസ്റ്റ് ഹാഫ് കൊള്ളാം, സെക്കൻഡ് ഹാഫ് ആവറേജ്. അപ്പോഴേക്കും ആ ഏരിയ ഫുള്ള് കോട ഇറങ്ങിയിട്ട് അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അതിനത് ഭയങ്കര സന്തോഷമായിരുന്നു. അവൻ മഞ്ഞ് മുഴുവൻ എടുത്ത് എല്ലാവരുടെ പോക്കറ്റിലൊക്കെ വെക്കുമായിരുന്നു. അതിന്റെ പോക്കറ്റ് ഫുള്ളായോ? കുറച്ച് ആശുപത്രി മാവിന്റെ പോക്കറ്റിലും വെച്ചോ. സൂക്ഷിച്ചു വെച്ചോ, പോകുമ്പോ കഴിക്കാം. കോട ഇറങ്ങിയതിന്റെ പുറകെ തന്നെ പെരുമഴയായിരുന്നു. വെയിലെന്ന് പറഞ്ഞ് ഒരാൾ തൊപ്പി മേടിച്ചു. പെരുമഴ. നല്ല ചൂടായിട്ട് നല്ല ഗോവൻ ഷർട്ട് വാങ്ങിയിട്ട് വന്നു. ഇവിടെ ആണെങ്കിൽ മഴയും മുടിഞ്ഞ കോളയും എല്ലാ തണുത്തത്തെ പഠിച്ച് നിൽക്കാൻ വഴി. ഒരാളോട് ഐസ് കോൾഡായി. അങ്ങനെ മഴയത്ത് ഞങ്ങൾ അവിടെ കുറെ നേരം പെട്ടുപോയതുകൊണ്ട് വേറെ സ്ഥലമൊന്നും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല. അതിരും അവിടെ കിടന്ന് അങ്ങ് ഉറങ്ങിപ്പോയി. ഈ തണുപ്പത്ത് 2 ഐസ്ക്രീം നിന്നില്ലെങ്കിൽ അതിനൊരു സുഖമില്ലല്ലോ. അവിടുത്തെ ബസ്സുകളിൽ നിന്ന് വരുന്ന പാട്ടുകളൊക്കെ ഒന്ന് കേൾക്കണം. എന്താ ഒരു സൗണ്ട്! പിന്നെ ഞങ്ങൾ തൊട്ടപ്പുറത്ത് കാണുന്ന ഏതോ ഒരു മൊട്ടക്കുന്നിലൊക്കെ കയറി കുറെ അങ്ങ് നടന്നു. പിന്നെ അപ്പുറത്തെ സൈഡിൽ പോകുന്ന വേറെ ഏതോ ആൾക്കാരൊക്കെ കുറെ അങ്ങ് വെറുപ്പിച്ചു. പിന്നെ ചെന്ന് നോക്കുമ്പോൾ ആ കാർ പാർക്കിങ്ങിന്റെ അവിടെയൊക്കെ ഫുൾ വൈബ്. ഒന്നും നോക്കിയില്ല, ഞങ്ങളും കൂടത്തിൽ അങ്ങ് തുള്ളി. പിന്നെ ഞങ്ങൾ നേരെ പോയത് അഡ്വഞ്ചർ പാർക്കിന്റെ തന്നെ ഫ്ലവർ ഗാർഡൻ കാണാനായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. അവിടുത്തെ ഫ്ലവേഴ്സും ലൈറ്റിങ്ങും ഒക്കെ കണ്ട് ആ കോടയും ആ ഒരു വെതറും ഒക്കെ ആസ്വദിച്ച് ആ ഏരിയയിൽ കൂടി നടന്നു പോകാനായിട്ട് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അവിടെ ഇഷ്ടം പോലെ ഫോട്ടോ സ്പോട്ട്സ് ഉണ്ട്. നമുക്ക് മാറിയും തിരിഞ്ഞും ഒക്കെ നമുക്ക് ഫോട്ടോ എടുക്കാം. പിന്നെ ഞങ്ങൾ നേരെ പോയത് വാട്ടർ ഷോ കാണാനാണ്. കുറച്ചും കൂടി ഇരുട്ടിയിട്ട് കാണാനാണ് ഒന്നും കൂടി രസം. നൈറ്റ് ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇവിടുത്തെ ലൈറ്റിംഗ് കാണാനായിട്ട് ഭയങ്കര രസമാണ്. ഇഷ്ടം പോലെ ഫോട്ടോസ് എടുക്കാം. അപ്പോൾ ഇന്നത്തെ വാഗമൺ വിശേഷങ്ങൾ ഇവിടെ തീരുകയാണ്. കൂടുതൽ വിശേഷങ്ങളുമായി ഇനിയും വരാം. സ്റ്റേ ട്യൂൺ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.